ഈ ഉത്തരവുകൾ നിലവിലിരിക്കുമ്പോൾ കേന്ദ്രത്തിന്റെ നിയമത്തിൽ വന്ദേമാതരം പൂർണ്ണമായി പാടണമെന്നുള്ള സംഘപരിവാറിന്റെ താല്പര്യം നിയമത്തിലില്ലാതെ വി.ഡി. സതീശൻ എങ്ങനെ പ്രകടിപ്പിച്ചു? ദിസ് ഈസ് മൈ ക്വസ്റ്റ്യൻ. ഇത് നിയമത്തിൽ എവിടെയെങ്കിലും ഒരിടത്ത് കാണിച്ചു തരാൻ ഞാൻ വെല്ലുവിളിക്കുകയാണ് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി വി.ഡി. സതീശനെ. മുഖ്യമന്ത്രി വി.ഡി. സതീശനുമായി ബന്ധപ്പെട്ട് ഏത് വിഷയം ചർച്ചക്കെടുത്താലും അതിലൊരു തരിമ്പ് പോലും ന്യായീകരണം ഇല്ലെങ്കിൽ പോലും റിപ്പോർട്ടർ ടിവിയിലെ മീറ്റ് ദ എഡിറ്റേഴ്സിൽ സ്മൃതി പരുത്തിക്കാട് സതീശനെ ന്യായീകരിച്ചുകൊണ്ടേയിരിക്കും. പലപ്പോഴും പരിപാടിയിലെ മറ്റ് എഡിറ്റേഴ്സിനോട് അതിൻ്റെ പേരിൽ കയർത്ത് പിടിവിട്ട് പോകുന്ന അവസ്ഥയിലേക്ക് വരെ അവർ പോയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം വി.ഡി. സതീശന്റെ വാർത്താ സമ്മേളനത്തിൽ MDMA പ്രതികളുമായി ബന്ധപ്പെട്ട് പറഞ്ഞ പെരുന്നുണകൾ സതീശന്റെ ആജീവനാന്ത സംരക്ഷണം ഏറ്റെടുത്ത സ്മൃതി പരുത്തിക്കാടിന് പോലും ന്യായീകരിക്കാൻ കഴിഞ്ഞില്ല. മുഖ്യമന്ത്രിയുടെ വാദങ്ങൾ പൊളിയുന്നോ എന്നായിരുന്നു ഇന്നലത്തെ ചർച്ചയുടെ തലക്കെട്ട്. ചരിത്രത്തിലാദ്യമായി പരുത്തിക്കാടിനടക്കം അഭിപ്രായം സതീഷിന്റെ വാദങ്ങൾ പൊളിയുന്നു എന്ന് തന്നെയായിരുന്നു. എന്നാൽ ആ ചർച്ചയിൽ മറ്റു പലരും പറയാത്ത ചില കാര്യങ്ങൾ കൂടി പറഞ്ഞാണ് ഡോക്ടർ അരുൺകുമാർ സതീഷിന്റെ കാപട്യത്തെ ഒരിക്കൽ കൂടെ തുറന്നു കാണിച്ചത്. ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കൾക്കൊപ്പം ഈ മാധ്യമപ്രവർത്തകർക്കൊപ്പം തന്നെ പലരും വന്ന് ഫോട്ടോകൾ എടുക്കും. നമുക്കതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റില്ല, നമുക്ക് അറിയുന്ന ആളുകളല്ല. പക്ഷേ ഇദ്ദേഹത്തെ ഈ രണ്ട് പ്രതികളെയും തനിക്കറിയാമെന്നുള്ള കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചത്. തനിക്കറിയാമെന്ന് പറയുമ്പോഴും ഏത് കാലം തൊട്ട് അറിയാമെന്നുള്ള കാര്യം വിശദീകരിക്കുന്നതിലാണ് കാര്യങ്ങളിൽ തെറ്റുണ്ടായിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ കാലത്തിന് മുമ്പ് തന്നെ അറിയാമായിരുന്നു എന്നതിന്റെ ചിത്രങ്ങൾ ആ പ്രതിയുടെ പേജിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുകയാണ്. ഈ ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഞാൻ ഈ നേതാവിൻ്റെ ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾക്ക് ഈ കച്ചവടത്തിൽ അയാൾ അതുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. അതായത് രാഷ്ട്രീയ ബന്ധങ്ങൾ ഇതിൽ ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും UDF സർക്കാരിന്റെ കാലത്താണല്ലോ ഇപ്പോൾ UDFന്റെ ഭാഗമായിരുന്നു എന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ ഒരാൾ പിടിയിലായിരിക്കുന്നത്. അതിന് ഞാൻ അഭിനന്ദിക്കുകയാണ്. പക്ഷേ ഈ പറഞ്ഞ ബന്ധങ്ങൾ സംബന്ധിച്ച് നൽകിയിരിക്കുന്ന വിശദീകരണം വ്യക്തമല്ല. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് മാധ്യമ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ഒരു നിലപാടുണ്ടാവുകയും ആ നിലപാട് നമ്മൾ അല്ലെങ്കിൽ മാധ്യമങ്ങൾ പരാതി നൽകുന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം അതിന്റെ പിറകിൽ നീങ്ങേണ്ടതല്ല സർക്കാർ സംവിധാനം. അതിന് മുന്നിൽ നീങ്ങിക്കൊണ്ട് കോടതിയിൽ പോയിക്കൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ട സർക്കാരാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വാദങ്ങൾ പൊളിയുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. വാദങ്ങൾ പൊളിയുന്നു എന്നത് മാത്രമല്ല, ഒരിക്കൽ കൂടി വി.ഡി. സതീശന്റെ പത്രസമ്മേളനത്തെ ട്രൂത്തോമീറ്റർ കൊണ്ട് വിലയിരുത്തേണ്ടി വരുന്ന ഗതികേടിലാണ് നമ്മൾ മാധ്യമപ്രവർത്തകർ എന്നതാണ്. ഇവിടെ പ്രേക്ഷകർ ആ പരിപാടി തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു 2 ആഴ്ച കൊണ്ട് ഇത് അവസാനിക്കുന്നു. പക്ഷേ അതിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന കണ്ടന്റുകൾ ചെറുതല്ല. ഓരോ തവണ മുഖ്യമന്ത്രി വന്ന് വാർത്താ സമ്മേളനം നടത്തുമ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞതിലെ ഫാക്ട് ചെക്ക് എന്ന് പറയുന്നതിന് മാത്രം ഒരു എപ്പിസോഡ് തുടങ്ങേണ്ട അവസ്ഥയിലാണ്. ഇന്ന് 4 കാര്യങ്ങളാണ് പ്രധാനമായും മുഖ്യമന്ത്രി പറഞ്ഞത് വാസ്തവവിരുദ്ധമായി. തുടർച്ചയായി വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പറയുക എന്നുള്ളത് ഒരു പാത്തോളജിക്കൽ ലയറിൻ്റെ സവിശേഷതയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പക്ഷേ നമ്മളുടെ മുഖ്യമന്ത്രി ഞാൻ അങ്ങനെ വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ നമ്മളുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അശ്വത്ഥമാ ഹതകുഞ്ചര എന്ന പ്രയോഗത്തിൽ നിന്ന് മാറി ഒരു 100% ഗീബൽസിയൻ തന്ത്രം പ്രയോഗിച്ച ഒരു വാർത്താ സമ്മേളനമാണ് നമ്മൾ ഇന്ന് കണ്ടത്. 4 കാര്യങ്ങൾ. 1, സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് മെറ്റയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ വാദം. 2, MDMA ബന്ധപ്പെട്ട ആ കേസിലെ പ്രതിയുമായിട്ടുള്ള വി.ഡി. സതീശൻ്റെ ബന്ധത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് നൽകിയ മറുപടി. 3, വന്ദേമാതരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യവും ആ ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടിയും. ഈ പ്രധാനമായിട്ടും ഈ 3 എണ്ണമാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അതിൽ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ വ്യക്തമായിട്ടും അദ്ദേഹം ഇന്നൊരു കാര്യം പറഞ്ഞു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കത് ഓർമ്മയുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞ വാചകം ഇതാണ്: പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴോ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴോ എനിക്ക് ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ടീമില്ല എന്നാണ്. വി.ഡി. സതീശൻ്റെ പേരിലുള്ള അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് ഹാൻഡിൽ ചെയ്യുന്നത് പ്രൈമറി കൺട്രി റീജിയൻ ലൊക്കേഷൻ ഓഫ് പീപ്പിൾ ഹു മാനേജ് ദിസ് പേജ് ഇൻക്ലൂഡ്സ് ഇന്ത്യ. 5 പേർ 5 ഇടങ്ങളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പേജ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതായത് വി.ഡി. സതീശൻ അല്ലാതെ 5 പേർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് എന്ന് മെറ്റ തന്നെ ഒരു വിവരം ഇപ്പോൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പേജ് എടുത്ത് നോക്കിയാൽ കാണാം. പ്രൊഫൈൽ പേജ് പോലും കള്ളം പറയൂല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊന്നും വി.ഡി. സതീശൻ നേരിട്ടിരുന്നതല്ല, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. അതങ്ങ് സമ്മതിച്ചുകൂടെ എന്നുള്ളതാണ്. ഇനി എന്തിനാണ് ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത്? ഈ കള്ളം പറഞ്ഞതിലൂടെ വീണ്ടും അപകടത്തിൽ പോയി ചാടി വി.ഡി. സതീശൻ. വി.ഡി. സതീശനെ പറയാമായിരുന്നു, അദ്ദേഹം കോൺഗ്രസിൻ്റെ ഒരു പ്രാദേശിക നേതാവായിരുന്നു, ഒരു മണ്ഡലം കമ്മിറ്റി ഭാരവാഹിയായിരുന്നു, അവിടെ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി. ആ സമയത്ത് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടാവാം എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ അദ്ദേഹം വിശ്വസിപ്പിക്കാൻ വേണ്ടി ഒരു അതിസാമർഥ്യം കാണിച്ചതാണ് ഇന്നിപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. എന്തായിരുന്നു ആ അതിസാമർഥ്യം? MDMA കേസിൽ 1-2 ഗ്രാം അല്ല, 139 ഗ്രാം അല്ലേ MDMA മനസ്സിലാക്കുന്നത്. 500 ഗ്രാം MDMA, മൊത്തം 500 ഗ്രാം MDMA എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. 1/2 കിലോ MDMA, 1 ഗ്രാമിന് 10,000 വിലമതിക്കുന്ന MDMA-യുടെ 1/2 കിലോ MDMA കേരളത്തിൽ വിതരണം ചെയ്യാൻ വന്നൊരു വലിയ മാഫിയ സംഘത്തിൻ്റെ തലവനായ മുഹമ്മദ് ഹുസൈനെയും അബ്ദുൽ സലാമിനെയും എനിക്കറിയാം എന്ന് മുഖ്യമന്ത്രി പറയുകയാണ് വി.ഡി. സതീശൻ. എന്നിട്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറയുന്ന ഒരു കാര്യം എപ്പോൾ മുതൽ അറിയാം എന്നുള്ളതാണ് ചോദ്യം.
അതിന് അദ്ദേഹം വളരെ സ്പെസിഫിക്കായി കൺവിൻസിങ് സ്റ്റാറായി മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി നവകേരള സഭയിൽ കറുപ്പം പീടികയിൽ പെരുമ്പാവൂർ മണ്ഡലത്തിൽ വന്ന സമയത്ത് അവിടെ പോലീസിന്റെ മർദ്ദനമേറ്റ കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിലാണ് എനിക്കറിയാവുന്നത് എന്നാണ്. പെരുമ്പാവൂർ മണ്ഡലത്തിൽ നവകേരള സദസ്സ് വന്ന ദിവസം 2023 നവംബർ മാസം 10-ാം തീയതിയാണ്. കാരണം നമ്മൾ ഈ യാത്രയ്ക്കൊപ്പം ഉണ്ടായിരുന്നു റിപ്പോർട്ടർ TV. 2023 നവംബർ മാസം 10-ാം തീയതിയായിരുന്നു പെരുമ്പാവൂരിൽ ഈ നവകേരള സദസ്സ് വരികയും അവിടെ വെച്ച് പതിവ് പോലെ കരിങ്കൊടി കാണിക്കുന്ന സംഭവം ഉണ്ടാവുകയും ചെയ്തത്. അപ്പോൾ നവംബർ മാസം 2023 നവംബർ മാസം 10-ാം തീയതിക്ക് ശേഷമായിരിക്കണമല്ലോ സ്വാഭാവികമായിട്ടും വി ഡി സതീശൻ ഈ പ്രതിയായ ലഹരി കടത്തിലെ പ്രതിയായ മുഹമ്മദ് ഹുസൈനെ കണ്ടിട്ടുണ്ടാവുക. പക്ഷേ മുഹമ്മദ് ഹുസൈൻ്റെ തന്നെ പ്രൊഫൈൽ പറയുന്നു, അല്ല, ഞങ്ങൾക്ക് അതിന് മുമ്പുള്ള ബന്ധമുണ്ട്. 2021 സെപ്റ്റംബർ മാസം 4-ാം തീയതി, 2022 മറ്റൊരു കാഴ്ച. ഇത് കൂടാതെ ഇതേ 2023 നവകേരള സദസ്സ് വരുന്നതിന് ഒരു മാസം മുമ്പ് ഒക്ടോബർ മാസം 21-ാം തീയതി മുതൽ 30-ാം തീയതി വരെ ഉള്ള വിവിധ ഇടങ്ങളിൽ നിന്നെടുത്തിരിക്കുന്ന ചിത്രങ്ങൾ, ഇങ്ങനെ 4 ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൽ തന്നെയുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ 2023 നവംബർ 10-ന് നവകേരള സദസ്സ് എത്തിയപ്പോൾ ആ മർദ്ദനത്തിൽ പരിക്കേറ്റയാളെ കണ്ടപ്പോൾ മുതലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നവകേരള സദസ്സ് 2023 നടക്കുമെന്നും ആ നവകേരള സദസ്സിൽ പെരുമ്പാവൂരിൽ വെച്ച് അടികൊള്ളുമെന്ന് കരുതി 3 വർഷം മുമ്പ് 2021 മുതൽ ഫോട്ടോ എടുത്തിരിക്കുന്നു വി ഡി സതീശൻ. അപാരമായ ത്രികാലജ്ഞാനവും വൈഭവവും എന്നേ പറയേണ്ടതുള്ളൂ. 2023 നവംബറിൽ അടികൊള്ളുന്ന ഒരാളെ 2021 അതിൻ്റെ പേരിൽ വി ഡി സതീശൻ കണ്ടിരിക്കുന്നു എന്നാണോ? അതിൻ്റെ പേരിൽ വി ഡി സതീശൻ 2022 കണ്ടിരിക്കുന്നുവെന്നാണോ? 2023 നവംബർ മാസം 10-ാം തീയതി അടികൊള്ളുന്ന ഒരാളെ നവംബർ മാസം 23-ാം തീയതി ഒക്ടോബർ മാസം 31-ാം തീയതി കണ്ടത് എന്തിനാണ് വി ഡി സതീശൻ? അപ്പോൾ ആ വാദം പൊളിഞ്ഞടുങ്ങി എന്നുള്ളതാണ്. അപ്പോൾ കൺവിൻസിങ് സ്റ്റാറാവാൻ ശ്രമിച്ചതാണ് യഥാർത്ഥത്തിൽ ഇവിടെ വി ഡി സതീശന് സംഭവിച്ച പരാജയം എന്ന് പറയുന്നത്. ഇത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. അപ്പം വി ഡി സതീശൻ്റെ പ്രൊഫൈൽ തന്നെ പറയുന്നു, എൻ്റെ പ്രൊഫൈൽ മാനേജ് ചെയ്യുന്നത് 5 പേരാണ്. വി ഡി സതീശൻ പറയുന്നു, എനിക്കങ്ങനെ മാനേജ് ചെയ്യാൻ ആരുമില്ല എന്ന് പറയുന്നു. രണ്ടാമത് വന്ന് പറയുന്നു, ഞാൻ ലഹരി കേസിലെ പ്രതിയെ കണ്ടത് 2023 നവംബർ 10-ന് നവകേരള സദസ്സിന് ശേഷമാണ്. പക്ഷേ അദ്ദേഹത്തിന് തന്നെ പ്രൊഫൈൽ പറയുന്നു, അതിനു മുൻപും കണ്ടിട്ടുണ്ട്, ചിത്രങ്ങൾ എടുത്തിട്ടുണ്ട്, ഒരുമിച്ച് നിന്നിട്ടുണ്ട്, വീട്ടിൽ പോയിട്ടുണ്ട് എന്നുള്ളത്. വീട്ടിൽ പോയപ്പോൾ ക്രൂരമായ മർദ്ദനമേറ്റ് നടക്കാൻ പോലും കഴിയാതിരുന്ന എന്നാണ് ഇന്ന് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത്. ആ അപകടത്തിൻ്റെയും ആശുപത്രി റിപ്പോർട്ടുകളും പറയുന്നതനുസരിച്ച് ക്രൂരമായ മർദ്ദനമോ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാവുന്ന മർദ്ദനമോ ഒന്നും തന്നെ ഈ പറയുന്നയാൾ ഏറ്റിട്ടില്ല എന്നുള്ളതാണ്. അത് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ ഇന്ന് റിപ്പോർട്ടർ TV പുറത്തുവിട്ടിട്ടുണ്ട്. ഈ മർദ്ദനം നടന്നതിന് ശേഷം പോലീസ് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി കോടതിയിൽ ഹാജരാക്കുന്നത് വരെയുള്ള ദൃശ്യങ്ങളിൽ പലതും ലഭ്യവുമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എങ്ങനെയാണ് ഇങ്ങനെ കള്ളം പറയാൻ പറ്റുക? എങ്ങനെയാണ് വസ്തുതാവിരുദ്ധമായി സംസാരിക്കാൻ പറ്റുക? ഇതാണ് ഈ 2 കാര്യത്തിൽ സംഭവിച്ചത്. ഇതോടൊപ്പമാണ് അദ്ദേഹം ഒരു കാര്യം കൂടി തൊട്ടുവിട്ടു. ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പോലും എനിക്ക് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ആളുകളില്ല. നേരത്തെ പി എസ് വായിച്ചു, എങ്കിലും ഒരിക്കൽ കൂടി ഞാൻ വായിക്കാം. എന്താണ് മുഹമ്മദ് ഹുസൈൻ എന്ന MDMA കേസിലെ പ്രധാനപ്പെട്ട പ്രതി പറയുന്നത്? അദ്ദേഹത്തിൻ്റെ വിശേഷണം തന്നെ ടീം വി ഡി സതീശൻ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്നാണ്. രാഷ്ട്രീയ നയങ്ങളിൽ കൃത്യമായ നിലപാടും വ്യക്തമായ രാഷ്ട്രീയ വീക്ഷണവുമുള്ള കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെ സോഷ്യൽ മീഡിയ ടീമിൽ കഴിഞ്ഞ 5 വർഷക്കാലം പ്രവർത്തിക്കാൻ കഴിഞ്ഞതിന് എനിക്കേറെ അഭിമാനം തോന്നുന്നു എന്ന് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് 2026 മാർച്ച് 29. തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് വിജയാശംസകൾ നേർന്നുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ ലഹരിക്കടത്തിലെ പ്രതി ഞാൻ വി ഡി സതീശൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ സോഷ്യൽ മീഡിയ ടീമിൽ അംഗമാണ് എന്ന് എഴുതിയതാ. ഇപ്പോൾ നിങ്ങൾ പോയി നോക്കിയാൽ ആ പേജിൽ അത് കാണാം. ഇപ്പോൾ നിങ്ങൾ പോയി നോക്കിയാലും ആ പേജിൽ അത് കാണാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതെങ്ങനെ അവിടെ പച്ച വെളിച്ചത്തിൽ ഇങ്ങനെ പകൽ വെളിച്ചത്തിൽ കിടക്കുമ്പോഴാണ് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും എനിക്കൊരു സോഷ്യൽ മീഡിയ ടീം ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. അപ്പോൾ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ സോഷ്യൽ മീഡിയ ടീം ഇല്ല എന്ന് പറയുന്നത് വാസ്തവ വിരുദ്ധം. ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ സോഷ്യൽ മീഡിയ ടീമിൽ എന്ന് പറയുന്നതും വാസ്തവ വിരുദ്ധം എന്നതാണ്. ഇനി മെറ്റയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നത് എന്താ? ഇത് ഒരു ബന്ധവും എനിക്കില്ല എന്നുള്ളതാണ്. നേരത്തെ സ്മൃതി പറഞ്ഞതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശേഷിപ്പിക്കുന്നില്ല. പക്ഷേ നോക്കൂ, ഇന്ത്യയിൽ നിലവിലിരിക്കുന്ന ഇൻഫർമേഷൻ ടെക്നോളജി ഇന്റർമീഡിയറി ഗൈഡ് ലൈൻസ് ആൻഡ് ഡിജിറ്റൽ മീഡിയ എത്തിക്സ് കോഡ് റൂൾസ് പ്രകാരം 2021 പ്രകാരം ഒന്നുകിൽ കോടതി പറയണം, അതല്ലെങ്കിൽ ജോയിന്റ് സെക്രട്ടറി നിലവാരത്തിലുള്ള ഉദ്യോഗസ്ഥൻ പറയണം, ഇല്ലെങ്കിൽ DIG റാങ്കിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയണം മെറ്റയോട് ഇത് ലീഗൽ കൺഫോമിറ്റിക്ക് ഇല്ലാത്ത അല്ലെങ്കിൽ ലീഗലായിട്ട് പോകാത്തൊരു പോസ്റ്റാണെന്നും ഇത് ഇല്ലീഗൽ പോസ്റ്റോ മാനാപമാനം ഉണ്ടാക്കുന്ന പോസ്റ്റോ ഇത് നിലവിലുള്ള റൂൾസിന് വിരുദ്ധമാണെന്നോ പറഞ്ഞാൽ മാത്രമേ നിലവിലത് സാധ്യമാകൂ. അതിനൊരു പ്രൊസീജിയറുണ്ട്. ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനോ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനോ കൊണ്ട് കൊടുത്താൽ അവരുടെ നേതാവിനെതിരെയുള്ള പോസ്റ്റ് നീക്കാൻ പറ്റൂല. അത് നീക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ കോർട്ട് പറയണം, ഇല്ലെങ്കിൽ ജോയിന്റ് സെക്രട്ടറി, അതല്ലെങ്കിൽ DIG റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ പറയണം. അറിയേണ്ടത് ഇവരിൽ ആര് പറഞ്ഞു എന്നുള്ളതാണ്. കോടതിയല്ല എന്ന് ഉറപ്പിക്കാം, അതിനുള്ള സമയമായില്ല. എങ്കിൽ പിന്നെ അവശേഷിക്കുന്നത് ഒന്നുകിൽ DIG റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ, അതല്ലെങ്കിൽ ജോയിന്റ് സെക്രട്ടറി റാങ്കിലുള്ള മറ്റൊരു ഉദ്യോഗസ്ഥൻ. ഇവരിൽ ആര് പറഞ്ഞു എന്നുള്ളതാണ്. അതിൻ്റെ വ്യക്തമായ ഉത്തരം ഇന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കൊടുത്ത മെറ്റയ്ക്ക് കൊടുത്തിരിക്കുന്ന നമ്മളുടെ പരാതിയിൽ മെറ്റ വളരെ വിശദമായി തന്നെ മറുപടി നൽകിയിട്ടുണ്ട്. അതൊരു ലീഗൽ അതോറിറ്റി, ഒരു ലെജിറ്റിമേറ്റ് ലീഗൽ കംപ്ലൈൻറ്റ് കിട്ടിയതുകൊണ്ടാണ് ഞങ്ങളത് ചെയ്തത് എന്നുള്ള
എന്നുള്ള വിവരമാണ് വന്നിരിക്കുന്നത്. അതാര് കൊടുത്തു? അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച 2 പേർ എന്ന് പറയുന്നത്. അപ്പോൾ അക്കാര്യത്തിലും വി ഡി സതീശന്റെ വാദം പൊളിയുകയാണ്. തുടർച്ചയായി വി ഡി സതീശനെതിരെയുള്ള 21 വാർത്തകളാണ് റിപ്പോർട്ടറിന്റെ വാർത്താ ഫീഡിൽ നിന്നും നീക്കം ചെയ്തിരിക്കുന്നത് എന്നതറിയണം. Pursuant to the legal requirement under IT rules. ആര് നിർമ്മിച്ചതാണ്? വി ഡി സതീശൻ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ഈ ചട്ടം നിർമ്മിച്ചിരിക്കുന്നത് മോദി സർക്കാരാണ്. മോദി സർക്കാർ നിർമ്മിച്ച ചട്ടം ഉപയോഗിച്ച് വി ഡി സതീശൻ തനിക്കെതിരെയുള്ള വിമർശനങ്ങളുടെ നാവരിയുന്നു എന്നുള്ളതാണ് പച്ചയ്ക്ക് പറഞ്ഞാലുള്ള യാഥാർത്ഥ്യം. അപ്പോൾ അവിടെയും വാദം പൊളിഞ്ഞു. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അത് അവിടെ കൊണ്ടും തീർന്നില്ല. വന്ദേമാതരത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴും ഇന്ന് വാസ്തവ വിരുദ്ധമായ ഒരു കാര്യം പറഞ്ഞു, കള്ളം പറഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരുന്നു. നിർഭാഗ്യവശാൽ എനിക്കതിൽ അതിയായ ഖേദമുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രി കള്ളം പറഞ്ഞു എന്ന് പറയേണ്ടി വരുന്നതിൽ. എന്താ മുഖ്യമന്ത്രി പറഞ്ഞ വാചകം? മുഖ്യമന്ത്രി പറഞ്ഞത് വന്ദേമാതരം ആലപിക്കുന്നതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ ഒരു നിയമം പാസാക്കി നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. ആ നോട്ടിഫിക്കേഷൻ പ്രകാരം വന്ദേമാതരം പൂർണ്ണമായി പാടിയില്ലെങ്കിൽ 3 വർഷം തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. പക്ഷേ ഞങ്ങളൊരു തീരുമാനമെടുത്തിട്ടുണ്ട് എന്നാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളുടെ എല്ലാവരുടെയും മുന്നിലുള്ളതാണ് വന്ദേമാതരവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ പാസാക്കിയ കേന്ദ്ര നിയമം. ആ കേന്ദ്ര നിയമം നോട്ടിഫിക്കേഷൻ വന്നുള്ളതും ശരിയാണ്. ആ നോട്ടിഫിക്കേഷനിലെ ആ ആക്ടിലെ സെക്ഷൻ 3 എന്താണ് പറഞ്ഞിരിക്കുന്നത്? എന്താണ് അമെൻഡ് ചെയ്ത് കയറ്റിയിരിക്കുന്നത്? ദേശീയ ഗാനമോ ദേശീയ ഗീതമോ അഥവാ വന്ദേമാതരമോ ആലപിക്കുന്നത് പ്രിവെന്റ് സിംഗിങ് ഓഫ് ദി നാഷണൽ ഗീതമോ നാഷണൽ ആന്തം, ദേശീയ ഗാനമോ ദേശീയ ഗീതമോ ആലപിക്കുന്നത് പ്രിവെന്റ് ചെയ്യുകയാണെങ്കിൽ, തടയുകയാണെങ്കിൽ, അതല്ലെങ്കിൽ കോസസ് ഡിസ്റ്റർബൻസ് ടു എനി അസംബ്ലി ദാറ്റ് സിംഗ്സ് ദിസ് നാഷണൽ ആന്തം ഓർ നാഷണൽ സോങ്, ഈ നാഷണൽ ഗീതം ദേശീയ ഗീതം പാടുന്ന വന്ദേമാതരം പാടുന്ന ഒരു അസംബ്ലിയെ നിങ്ങൾ തടസ്സപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് 3 വർഷം വരെ തടവ്. എവിടെയാണ് ഇത് പൂർണ്ണമായും പാടിയിരിക്കണമെന്ന് ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഇതൊരു അഡ്വൈസറി മാത്രമാണെന്ന് പറഞ്ഞിരിക്കുകയല്ലേ സുപ്രീം കോടതി? ഈ ഉത്തരവുകൾ നിലവിലിരിക്കുമ്പോൾ കേന്ദ്രത്തിന്റെ നിയമത്തിൽ വന്ദേമാതരം പൂർണ്ണമായി പാടണമെന്നുള്ള സംഘപരിവാറിന്റെ താല്പര്യം നിയമത്തിലില്ലാതെ വി ഡി സതീശൻ എങ്ങനെ പ്രകടിപ്പിച്ചു? ദിസ് ഈസ് മൈ ക്വസ്റ്റ്യൻ. ഇത് നിയമത്തിൽ എവിടെയെങ്കിലും ഒരിടത്ത് കാണിച്ചു തരാൻ ഞാൻ വെല്ലുവിളിക്കുകയാണ് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി വി ഡി സതീശനെ. അപ്പോൾ ഈ പറഞ്ഞ 4 കാര്യങ്ങളിൽ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട MDMA ബന്ധപ്പെട്ട പ്രതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, സോഷ്യൽ മീഡിയ മെറ്റയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ നീക്കങ്ങളിൽ, ഇപ്പോൾ വന്ദേമാതരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു അർത്ഥസത്യമല്ല, അസത്യമാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. വസ്തുതാവിരുദ്ധമായ വാദങ്ങളാണ് നിർഭാഗ്യവശാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുന്നത്. ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ട്രൂത്തോമീറ്റർ ഇനി മുന്നോട്ട് പോവില്ല, അത് പൊട്ടിത്തെറിച്ചു പോയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.